ഈ ഫിഫ്ത്ത് പേപ്പറിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ഏജൻസീസിൽ വരുന്ന ഒരെണ്ണമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോൺ പൊളിറ്റിക്കൽ ഇന്റർനാഷണൽ ഹെൽത്ത് ഏജൻസിയാണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു WHO നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7-നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു WHOയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും ഓരോ ആൾക്കാരും നമ്മുടെ ലോകത്തുള്ള ഓരോ ആൾക്കാരും ഹയസ്റ്റ് ലെവൽ ഓഫ് ഹെൽത്ത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ WHO ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ WHO മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ കൺട്രീസിനും ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഓരോ മെമ്പർ സ്റ്റേറ്റ്, അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഓരോ മെമ്പർ സ്റ്റേറ്റും വർഷം തോറും ഇതിലേക്ക് WHO ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം. അത് ആ ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഓരോ രാജ്യത്തിനും എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മുടെ WHO സർവീസസ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ WHO എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ വരുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് നോൺ പൊളിറ്റിക്കൽ ഇന്റർനാഷണൽ ഹെൽത്ത് ഏജൻസി ആണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ, സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. അത് ക്വസ്റ്റ്യൻ ആയിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിന്റെ നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7-നാണ്. അതുകൊണ്ടാണ് ഏപ്രിൽ 7 നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പിന്നീട് ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഓരോ ആൾക്കാരും ഹയസ്റ്റ് ലെവൽ ഓഫ് ഹെൽത്ത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിന്റെ കാര്യത്തിൽ പറയുന്നത് ഇതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഫങ്ഷൻസ്. അപ്പോൾ WHO എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ ഹെൽത്ത് വർക്കിന്റെ ഒരു ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റിംഗ് അതോറിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഹെൽത്ത് വർക്കിന്റെ മൊത്തത്തിൽ നമ്മുടെ ഗ്ലോബലി ഉള്ള ഇന്റർനാഷണൽ ഹെൽത്ത് വർക്കിന്റെ ഒരു ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റിംഗ് അതോറിറ്റി ആയിട്ടാണ് WHO വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു WHO നേഷൻസ് പരസ്പരം അവരുടെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. ഓരോ രാജ്യങ്ങളും പരസ്പരം അവരുടെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ WHO വഴിയിട്ടാണ് നടക്കുന്നത്. രണ്ടാമത്തെ ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ രാജ്യവും അവരുടെ തന്നെ ആ ഒരു ഹെൽത്ത് സർവീസസ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും WHO സ്വയം അവർ തന്നെ അവരുടെ ഹെൽത്ത് സർവീസസിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് WHO അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് മാക്സിമം അഡ്വൈസറി സർവീസസ് ഒക്കെ WHO ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് നമ്മുടെ ടെക്നിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ എപ്പിഡമിക്കോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് നേരത്തെ തന്നെ വാർണിംഗ് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്. പിന്നീട് നമുക്ക് ഒരുപാട് നോട്ടിഫയബിൾ ഡിസീസസ് ഒക്കെ ഉണ്ട്, അതിന്റെ സർവൈലൻസ് നടത്തുക എന്നുള്ളത്. പിന്നീട് പറയുന്നത് ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷന്റെ അഡ്മിനിസ്ട്രേഷൻ ആണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ സ്കെയിലിൽ നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ്, ഇപ്പൊ നിലവിൽ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം നോക്കുക എന്നുള്ളതും അവരുടെ ഒരു ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്, ബയോളജിക്കൽസ് ഉണ്ട്. ഇതിനൊക്കെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും WHO ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് പറയുന്നത് ചില പബ്ലിക്കേഷൻസിന്റെ കാര്യങ്ങളാണ്. എക്സ്പെർട്ട് കമ്മിറ്റീസിന്റെ റിപ്പോർട്ട്സ് കാണും, മന്ത്ലി ജേർണൽസ് കാണും, പീരിയോഡിക്കൽസ്, മാഗസിൻസ്, ഇതെല്ലാം പബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു ഫംഗ്ഷൻ ആണ്. പിന്നീട് പറയുന്നത് നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേയധികം റിസർച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും നമ്മുടെ WHO ഒരു ഫംഗ്ഷൻ ആണ്. ഇനി ഈ WHO സ്ട്രക്ചർ ഒരു 3 തലത്തിലാണ് ഈ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്നത്. WHO സുപ്രീം ഗവേണിംഗ് ബോഡിയാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്നത്. ഓരോ മെമ്പർ സ്റ്റേറ്റും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, ഈ ഒരു വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരെ വെച്ചിട്ടാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വർഷത്തിൽ ഒരു തവണയാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി മീറ്റിംഗ് നടത്താറുള്ളത്. ആ നടത്തുന്ന സമയത്ത് അവരുടെ ബഡ്ജറ്റും മറ്റുള്ള ഹെൽത്ത് പോളിസീസും ഒക്കെ അപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് ബോർഡാണ്. അതിനകത്ത് മൊത്തം 34 മെമ്പേഴ്സ് ആണുള്ളത്. ആ ഉള്ള 34 മെമ്പേഴ്സും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇതില് 1/3 മെമ്പർഷിപ്പും ഓരോ വർഷവും ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ആ 1/3 ആൾക്കാരും എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇത് വർഷത്തിൽ 2 തവണയാണ് മീറ്റിംഗ് കൂടുന്നത്. ഈ ഒരു ബോർഡിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് ഹെൽത്ത് അസംബ്ലി അപ്രൂവ് ചെയ്യുന്ന പോളിസീസും ഡിസിഷൻസും ഒക്കെ നടപ്പിലാക്കുക
എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് ബോർഡിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ ലൈക്ക് എപ്പിഡമിക്സോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനുള്ള ഒരു പവർ കൂടി നമ്മുടെ എക്സിക്യൂട്ടീവ് ബോർഡിനുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും താഴെത്തട്ടിൽ വരുന്നതാണ് WHO സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ജനീവയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് WHO സെക്രട്ടേറിയറ്റ്. അതിന് ഹെഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ WHOയുടെ ഡയറക്ടർ ജനറൽ ആണ് ഹെഡ് ചെയ്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മൊത്തം 14 ഡിവിഷൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ ആയിട്ട് വരുന്നത് WHOയുടെ. ഇനി ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസ് ഇൻക്ലൂഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മുടെ ഗ്ലോബലി മൊത്തത്തിൽ ഒരു 6 റീജിയൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മുടെ ഇന്ത്യ വരുന്ന റീജിയൻ ആണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ച് പറയാനുള്ളത്.